ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റമാണ് ക്യാരറ്റ് ഹൽവ അല്ലെങ്കിൽ ഗാജർ കി ഹൽവ. ഗാജർ കി ഹൽവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ ഒരു സ്പെഷ്യൽ സ്വീറ്റ് ഐറ്റമാണ്. അത് ശരിക്കും വിൻ്റർ സീസണിലാണ് നമ്മൾ നോർത്ത് ഇന്ത്യക്കാരൊക്കെ ഒരുപാട് ഇത് ഉണ്ടാക്കാറുള്ളത്. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിലും വിൻ്റർ സീസൺ ആകുമ്പോഴത്തേനും മാർക്കറ്റിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് കിട്ടാറുണ്ട്. അപ്പോൾ ആ ക്യാരറ്റിനെ ഉപയോഗിച്ചിട്ട് ഒരു സ്വീറ്റ് ഡിഷ് അല്ലെങ്കിൽ ഒരു ഹൽവ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള അതാണ് ഞാനിന്നിവിടെ കാണിച്ചു തരാൻ പോകുന്നത്. ഹൽവ ഉണ്ടാക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ക്യാരറ്റിൻ്റെ ചെറിയ ചെറിയ ഗുണങ്ങളും ചില പ്രത്യേകതകളും ഒക്കെ ഒന്ന് അറിഞ്ഞാലോ. ക്യാരറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ആരോഗ്യപരമായ ഗുണങ്ങൾ നമുക്കുണ്ടാകുക തന്നെ ചെയ്യും. ക്യാരറ്റിൽ വിറ്റാമിൻ എ, വിറ്റാമിൻ B6, ഫോസ്ഫറസ്, ആൻറ്റി ഓക്സിഡൻ്റ് ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ചർമ്മ സംരക്ഷണത്തിനുമൊക്കെ ക്യാരറ്റ് വളരെ നല്ലതാണ്. ഇത് കൂടാണ്ട് ക്യാരറ്റിൽ ഒരുപാട് ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഡൈജഷനെയൊക്കെ സ്മൂത്താക്കാനും ഒക്കെ നമുക്ക് ക്യാരറ്റ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ക്യാരറ്റിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ കേൾക്കാറുള്ളതാണ് വെജിറ്റബിൾസിനെ ഒന്നും അധികം വേവിക്കാൻ പാടില്ല. വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും, അല്ലെങ്കിൽ അതിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻസും ഒക്കെ അതിൽ നഷ്ടപ്പെടുമെന്ന് നമ്മൾ പറഞ്ഞ് കേൾക്കാറുണ്ട്. പക്ഷേ ക്യാരറ്റിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റോ ക്യാരറ്റിനെക്കാട്ടിലും കുക്ക്ഡ് ക്യാരറ്റാണ് കൂടുതൽ ഗുണകരമായിട്ടുള്ളത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാരറ്റ് വേവിക്കുമ്പോഴാണ് ക്യാരറ്റിൽ അടങ്ങിയിട്ടുള്ള ബീറ്റ കരോട്ടിൻ നമ്മുടെ ശരീരത്തിന് അബ്സോർബ് ചെയ്യത്തക്ക രീതിയിലേക്ക് അത് മാറുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്യാരറ്റിനെ നമുക്ക് കുക്ക് ചെയ്തിട്ട് ഒരു സ്വീറ്റ് ഡിഷാക്കി മാറ്റിക്കഴിഞ്ഞാൽ വീട്ടിലുള്ള എല്ലാവർക്കും, കൊച്ചു കുട്ടികളൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ റോയായിട്ട് അല്ലെങ്കിൽ പച്ചയ്ക്ക് ക്യാരറ്റ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് തന്നെ ഇതൊരു സ്വീറ്റ് ഡിഷാക്കി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് തീരുക തന്നെ ചെയ്യും. അപ്പം അങ്ങനെയുള്ള ഒരു ക്യാരറ്റ് ഹൽവ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഡിഷാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് പ്രൊസീജിയറിലേക്ക് കടക്കാം. ഞാനിവിടെ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാനായിട്ട് 1 കിലോ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ക്യാരറ്റിന് നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം അതിൻ്റെ മുകളിലത്തെ ഭാഗം ഒന്ന് ജസ്റ്റ് മുകളിലത്തെ സ്കിന്നൊന്ന് പൊട്ടറ്റോ പില്ലർ ഉപയോഗിച്ചിട്ട് റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ നല്ല വൃത്തിയായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കണം. ഗ്രേറ്റ് ചെയ്യാൻ ശേഷം സമയം എടുക്കുമെങ്കിലും ഇതാണ് ശരിക്കും കറക്റ്റായിട്ടുള്ള മെത്തേഡ്. ഇതിപ്പോൾ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാരറ്റിനെ മീഡിയം സൈസ്ഡ് പീസാക്കിയിട്ട് മുറിച്ചതിന് ശേഷം ലേശം വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് സ്മാഷ് ആക്കിയിട്ട് നമുക്ക് അതിൻ്റെ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. പക്ഷെ ശരിക്കും ഗ്രേറ്റഡ് ഹൽവ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഗ്രേറ്റഡ് ക്യാരറ്റ് ഉപയോഗിക്കുമ്പോഴാണ് ഹൽവയുടെ ശരിക്കുള്ള ആ ഒരു ടെക്സ്ചർ കിട്ടുന്നത്. ഹൽവ ഉണ്ടാക്കാനായിട്ടുള്ള ക്യാരറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻസ് ആണ് പാല് 200 ml, പഞ്ചസാര 180 ഗ്രാം, ഗീ 2 മുതൽ 3 ടേബിൾ സ്പൂൺ, മിൽക്ക് പൗഡർ 4 ടേബിൾ സ്പൂൺ, ഡ്രൈ ഫ്രൂട്ട്സ് ഇതിൽ കാഷ്യൂവും ബദാമും കിസ്മിസുമാണ് എടുത്തിട്ടുള്ളത്, പിന്നെ നമ്മുടെ കാഡമം പൗഡർ. ഇവിടെ ഹെവി ബോട്ടമായിട്ടുള്ള ഒരു ചീനിച്ചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ചു. നെയ്യ് ചൂടാകുമ്പോഴത്തേനും നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഈ ക്യാരറ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിനെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഏകദേശം 20-25 മിനിറ്റ് നമ്മൾ ഈ ക്യാരറ്റിനെ നമ്മൾ നെയ്യിൽ വഴറ്റിയെടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇളക്കി കൊടുത്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മീഡിയം ടു ഹൈ ഫ്ലെയിമാണ് നമ്മളിവിടെ വേവിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ വഴറ്റിയെടുക്കുന്നത്. അതുകൊണ്ട് ഇളക്കി കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ട് വരുമ്പോൾ തന്നെ നമുക്ക് കാണാം, ആ നെയ്യിലൊന്ന് വഴണ്ട് വരുമ്പോൾ തന്നെ നമ്മുടെ ക്യാരറ്റിൻ്റെ നിറം പതുക്കെ മാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണാം. ഇടുമ്പോൾ കുറച്ച് ലൈറ്റ് ഓറഞ്ച്
കളറായിരുന്നു, അത് പതുക്കെ ഡാർക്ക് കളറിലേക്ക് മാറിക്കൊണ്ടിരിക്കും. ഇതേ രീതിയിൽ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ട് അതിനെ നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കുക. എത്രത്തോളം വഴറ്റാൻ പറ്റുന്നോ അത്രത്തോളം സ്വാദ് നമ്മുടെ ക്യാരറ്റ് ഹൽവയ്ക്ക് കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ നമുക്കത് ഇളക്കി നന്നായിട്ട് വഴറ്റിയെടുക്കുക. അങ്ങനെ വഴന്ന് വന്നിട്ടുള്ള ആ ഒരു ക്യാരറ്റിലേക്ക് നമുക്ക് കണ്ടില്ലേ, ഇപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി അടുത്ത ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ പ്രകാരം 200 ml പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ നേരത്തെ തണുപ്പിച്ച് വെച്ചിട്ടുള്ള പാലാണ്. പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ അടച്ച് വെച്ചിട്ടാണ് വേവിക്കേണ്ടത്. ആ സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിലാണ് വേവിക്കേണ്ടത്. അപ്പം നമ്മളിതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ഈ പാലിൽ കിടന്നിട്ടാണ് ഈ ക്യാരറ്റ് വേവേണ്ടത്. ഈ സമയത്ത് ഏകദേശം ഒരു 10 മുതൽ 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമ്മൾ അടച്ച് വെച്ചിട്ടാണ് വേവിക്കേണ്ടത്. അപ്പം പാത്രം അടച്ച് വെച്ച് വേവിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരു തവണ അടച്ച് വെച്ചിട്ട് പിന്നെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടല്ല തുറക്കേണ്ടത്. ഒരു 5 മിനിറ്റ് കൂടുമ്പോഴും തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇങ്ങനെ ഇടയ്ക്ക് തുറക്കുമ്പം നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മിൽക്ക് പൗഡർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള മിൽക്ക് പൗഡർ കൂടെ ചേർത്ത് ഇളക്കി അതിനെ വീണ്ടും അടച്ചു വെച്ച് ടോട്ടൽ ഒരു പാലും മിൽക്ക് പൗഡറും കൂടെ ചേർത്തിട്ട് ഒരു 10-15 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ വേവിച്ചിട്ട് ആണ് നമുക്കിനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കേണ്ടത്. ഇപ്പം ഞാൻ ഏകദേശം 180 ഗ്രാം പഞ്ചസാര കൂടി ഇതിനോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോഴത്തേനും നമുക്ക് കാണാൻ പറ്റും പതുക്കെ ക്യാരറ്റിലെ ജലാംശം പതുക്കെ വെളിയിലേക്ക് ഇറങ്ങുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിനെ വീണ്ടും നന്നായിട്ട് ഇളക്കി അതിലെ ജലാംശം എല്ലാം പോകത്തക്ക രീതിയിൽ നന്നായിട്ട് ഇളക്കി നന്നായിട്ട് വേവിച്ചെടുക്കണം. ഏകദേശം ജലാംശമൊക്കെ പോയിട്ടുണ്ട്, നമ്മുടെ ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ ലേശം ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് അതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. ഡ്രൈ ഫ്രൂട്ട്സ് കിസ്മിസും നട്ട്സും നമ്മുടെ ആൽമണ്ടും ഒക്കെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇതിന് മുമ്പായിട്ട് ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫ്ലെയിം കട്ട് ചെയ്യാം. എന്നിട്ട് എല്ലാം നന്നായിട്ട് യോജിപ്പിക്കാം. ഇനി അവസാനം നമുക്കിതെല്ലാം നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കാഡമം പൗഡറാണ്, ഏലക്കാപ്പൊടിയാണ്. ഏലക്കാപ്പൊടിയുടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാരറ്റ് ഹൽവയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ക്യാരറ്റ് ഹൽവയിൽ നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് നന്നായിട്ട് ഗാർണിഷ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പം എൻ്റെ ക്യാരറ്റ് ഹൽവ ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും, മാക്സിമം 1 മണിക്കൂർ കൊണ്ട്. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. എൻ്റെ ഇന്നത്തെ ഈ കണ്ടൻറ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം. പിന്നെ എന്നത്തെയും പോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത് കേട്ടോ. ഇനി കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.